എനിക്ക് വയ്യ, ഇനി മതിയാക്ക്. ആരെ തോൽപ്പിക്കാനായി കുടി? പപ്പാ, ഉപദേശിക്കാൻ എന്ത് അവകാശമെന്ന് ചോദിച്ച് എന്നെ വേണേ രണ്ട് തല്ലിക്കോ. ഒന്നില്ലേലും സുഖമില്ലാത്ത ഒരാളല്ലേ. ഇനി മതി അങ്ങുന്നേ. എനിക്ക് എന്തെങ്കിലും വന്ന ആർക്കടാ കുഴപ്പം? പിടിവാശി കാരണം അങ്ങുന്നിന്റെ കണ്ണ് കണ്ടുടാഞ്ഞിട്ടാ. കണ്ണു തുറന്ന് നോക്ക്, അങ്ങുന്നിനെ സ്നേഹിക്കുന്ന അങ്ങുന്നിന്റെ മോളെയും കാണാൻ കഴിയും. പപ്പാ, ഭർത്താവ് ജയിലിൽ, ചെലവിന് വഴിയില്ല. സർക്കാർ ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞു കൊടുത്ത് കുടിലിൽ പോയി താമസിക്കുന്നു. ഒരാളെ സ്നേഹിച്ചതിന് ഇത്രയും ശിക്ഷ പോരെ അങ്ങുന്നേ? എന്നെ ഭ്രാന്ത് പഠിപ്പിക്കാ. പോവാ. ഞാൻ പോവാ, പക്ഷേ അങ്ങുന്ന് ഇനിയെങ്കിലും കണ്ണു തുറക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോ വൈകി പോവും. എന്താ മോളെ? എന്റെ മുറിയിൽ AC വർക്ക് ചെയ്യുന്നില്ല. ഭയങ്കര ചൂട്. അവിടെ കിടന്ന് ഉറക്കം വരത്തില്ല. ആരാ? നിമ്മിയുടെ ഡാഡി. അവളെ ഒന്ന് കാണണമായിരുന്നു. അകത്തേക്ക് വരൂ. മോളെ, കഴിഞ്ഞതൊക്കെ മറക്ക്. തെറ്റും ശരിയും ആരുടേതുമാകട്ടെ. മോള് അച്ഛനോട് ക്ഷമിക്ക്. നിന്റെ ഇപ്പോഴത്തെ നില കാണുമ്പോ ഞാൻ ആകെ തളർന്നു പോകുന്നു. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്നെങ്കിലും ഒരിക്കൽ ഡാഡി വരും, വിളിക്കും. ഞാനിത് കാത്തിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അന്ന് രവിയേട്ടനെ മോളെയും കൂട്ടി വീട്ടിലേക്ക് കയറി വരണമെന്ന് സ്വപ്നം കണ്ടവളാണ് ഞാൻ. അതന്ന്. ഇന്നെന്റെ രവിയേട്ടൻ ജയിലിലാണ്. എല്ലാം അറിഞ്ഞുകൊണ്ടാ മോളെ ഞാൻ നിന്നെ തേടി വന്നത്. എന്തിന്? ആശ്രയമില്ലാതെ ഞാൻ തളർന്നു നിൽക്കുമ്പോൾ എനിക്ക് അഭയം തന്നു ഊറ്റം കൊള്ളാനോ? പ്രിയമോൾ ജനിച്ച വിവരം പറയാൻ രവിയേട്ടൻ കയറി വന്നപ്പോൾ, ഡാഡിയുടെ രോഗവിവരം അറിയാൻ ഓടിക്കിതച്ച് ഞാൻ വന്നപ്പോൾ, അമ്പലമുറ്റത്ത് വെച്ച് ഞങ്ങൾ ഒരുമിച്ച് ഡാഡിയെ കണ്ടപ്പോൾ, ഇല്ല ഡാഡി, അതൊന്നും എനിക്ക് മറക്കാനാവില്ല. മോളെ, ജയിലിലാണെങ്കിലും എന്റെ ഭർത്താവ് അഭിമാനിയാണ്. ആ അഭിമാനത്തിന് മുറിവേൽക്കാൻ ഞാൻ അനുവദിക്കില്ല. ആരോരും ഇല്ലാത്ത കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് നീ എവിടെ പോകും? പണവും പ്രതാപവും ഒന്നും ഇല്ലെങ്കിലും അതിനേക്കാൾ വലിയ ഹൃദയമുള്ള കുറെ പാവം മനുഷ്യരുണ്ട് ഇവിടെ. ഡാഡിയുടെ കൊട്ടാരത്തിലെ അഭയത്തെക്കാളും എനിക്ക് ആശ്വാസം ഈ കുടിലിലെ തണലാണ്. വാ മോളെ. മോളെ, എന്നോടൊപ്പം വരില്ലെങ്കിൽ വേണ്ട. ഈ കുഞ്ഞിനെ ഓർത്തെങ്കിലും നീ ഇത് സ്വീകരിക്കണം. എവിടെയായിരുന്നാലും നീ സന്തോഷമായിരിക്കും. ഡാഡിയുടെ ഒരു ചില്ലിക്കാശ് പോലും ഈ മോൾക്ക് വേണ്ട. ഇത് പറയാനുള്ള സ്നേഹം കാണിച്ചല്ലോ, അത് മതി. എന്താടാ കുട്ടി, ഇതെന്താടാ പതിവില്ലാണ്ടൊരു ഇരിപ്പ്? ആ പാടെ വാടിക്കൊഴിഞ്ഞ് ഏതാണ്ട് മുട്ടക്കച്ചവടത്തിൽ തട്ടം വന്ന കൂട്ട്.
എന്താണ് മോനെ? ഒന്നും പറയണ്ട മൊയ്തുക്ക. ചക്കിന് വെച്ച് കൊക്കിന് കൊണ്ടെന്ന് പറയില്ലേ, ഏതാണ്ട് അതുപോലെ എന്റെ കാര്യം. ഇതുപോലൊരു പറ്റാനില്ല. നീ ചുറ്റി വളയാണ്ട് കാര്യം എന്താന്ന് തെളിച്ചു പറ മൊയ്തുക്ക. എന്റെ തൊട്ട അയൽവക്കത്തെ ലാസറിയായിട്ടൊരു മകനുണ്ട്, ഒരു കോളേജ് പോവാലൻ. അവൻ ഓരോന്നും പറഞ്ഞ് എപ്പോഴും വീട്ടിൽ വരും. അയൽവക്കല്ലെന്ന് കരുതി ഞാനത് കാര്യം വെക്കില്ല. അവനൊന്ന് വന്നു വെച്ചിപ്പോ എന്താ എന്ന് ഞാനും കരുതിയേ. എന്റെ മൊയ്തുക്ക പുറത്തു പറയാൻ കൊണ്ടുവരാ. പെണ്ണില്ലേ കമലാക്ഷി, അവളുടെ അടുത്തായിരുന്നു അവന്റെ മിണ്ടലും പറച്ചിലൊക്കെ. ദൈവത്താണ് അതിൽ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ അതിലുണ്ടായിരുന്നു മൊയ്തുക്ക. എന്തുണ്ടായിരുന്നു? അവൻ പെശക്. ഇന്നലെ ഫസ്റ്റ് ഷോക്ക് പോയതാ കമലാക്ഷി. ഷോ കഴിഞ്ഞപ്പം അവൾ അവനെ കൂട്ടി തീവണ്ടിക്കര് നാട് വിട്ടു. നേരോ? അല്ല പിന്നെ നോണ. മഹാമെനകട്ട് ഏർപ്പാടായി പോയി മൊയ്തുക്ക. ഒരുപാട് സ്ഥലത്ത് ഉണ്ടോ എന്ന് മണത്ത് നോക്കി മനുഷ്യനെ തമ്മി തല്ലിച്ച് നടന്നതല്ലേ, കണക്കായി പോയി. നിനക്കിത് വരണം. ശവത്തെ കുത്തല്ല മൊയ്തുക്ക. ഞാനിനി എങ്ങോട്ടും നോക്കുന്നില്ല, എനിക്കൊന്നും കാണുകയും വേണ്ട. സ്വന്തം മെയ്യെ തൊട്ടപ്പോ നൊമ്പര ഉണ്ടല്ലേ? വരട്ടെ. എന്താടാ സുലൈമാനെ? സുലൈഖാത്ത് ചങ്ങല പൊട്ടിച്ച് റോട്ടിലോട്ട് ഓടിപ്പോയി. കൂട്ടൊരു ലോറി വന്ന് ഇടിച്ചെന്നെ. എന്നിട്ട് ഇടിച്ച അപ്പോഴേക്ക് അബ്ദുക്ക് ആമനമ്മയും കൂടി പിടിച്ച് തിരികെ കൊണ്ടുവന്നു. പിന്നെയും ചങ്ങല കിട്ടു. നല്ലോണം മുറുക്കിയിടാൻ പറ. അവൾ ഇനിയും ചങ്ങല പിടിച്ച് ഓടണ്ട. പോയാലത്തെ ദുരിതപ്പാട് അവക്കല്ല, ബാക്കിയുള്ളവർക്കാ. ഇത് പറയാനാ നീ ഓടി വന്നത്? പറഞ്ഞില്ലേ? ഇനി സുലൈമാൻ പോ. ഇത് തിന്നോ, ഇളയത്തിങ്ങളെ കാട്ടണ്ട. ആരാ മൊയ്തുക്ക സുലേഖ? എന്റെ പെങ്ങളാ കോയിന്നൂട്ടി. അവക്ക് പ്രാന്താ. നിങ്ങൾക്കിത് കേൾക്കുമ്പം ഒരു കൂസലില്ലോ മൊയ്തുക്ക? കൂസിയത് കൊണ്ട് എന്താ കോയിന്നൂട്ടി കാര്യം? ദുരിതങ്ങൾക്ക് വല്ല കുറവുണ്ടാവോ? തളർവാദം പിടിച്ചു കിടക്കണ ഉമ്മ, മൊയ് ചൊല്ലി തിരിച്ചു വന്ന മൂത്ത പെങ്ങള്, പ്രാന്തത്തി സുലേഖ, പിന്നെ നമ്മുടെ ബീവിയും 6 മക്കളും. ദുരിതങ്ങള് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ കുടുംബസ്വത്താ കോയിന്നൂട്ടി. ആദ്യമൊക്കെ പേടി തോന്നുമായിരുന്നു, പിന്നെ അവർ ശീലായി. എന്നിട്ട് നിന്റെ പെണ്ണിന്റെ വിവരമൊന്നുമില്ല. നിനക്കൊന്നും പോയി അന്വേഷിച്ചൂടെ പറയാ? ഉള്ളി തീയരിയുമ്പം പുറമേ നോക്കി ചിരിക്കാനുള്ള ഈ മനസ്സ് പോടാ. നമ്മുടെ ദുരിതം ബാക്കിയുള്ളവർക്ക് പങ്കിട്ട് എന്താ കാര്യം? 2 വട്ടം കരയണ നേരം കൊണ്ട് 1 വട്ടം ചിരിച്ച അത്ര ആയുസിന് നല്ലതാ. പോന്നിട്ട് പോ, ഇത്തിരി പണിയുണ്ട്. മൊയ്തുക്കാടെ പെങ്ങക്ക് അസുഖം കൂടുതലാണെന്ന്. പാവം, എടുക്കാൻ വയ്യാത്ത ചുമടാണ് ഈശ്വരൻ ആ നല്ല മനുഷ്യന്റെ ചുമലിൽ ഏൽപ്പിച്ചത്. ഈ സാഹചര്യത്തിൽ മൊയ്തുക്കായെ നമ്മൾ ആശ്രയിക്കുന്നത് ശരിയല്ല. വലിയ മനസ്സുള്ളോണ്ട് മൊയ്തുക്ക അത് പറയില്ലെങ്കിലും ഞാനിന്നൊരു സ്ഥലം വരെ പോവുകയാണ്. എങ്ങോട്ട്? അപ്പച്ചൻ മരിച്ചേ പിന്നെ ഞാൻ നാട്ടിലേക്ക് പോയിട്ടില്ല. പേരിനുള്ള സ്വത്തുക്കൾ ഇളയപ്പന്റെ നോട്ടത്തിലാണ്. അത് വാങ്ങണം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ നമുക്ക് അവകാശപ്പെട്ട് വാങ്ങുന്നതല്ലേ നല്ലത്. ഞാൻ നാളെ രാവിലെ ഇങ്ങി വരും.